ഹല്ലേലൂയ. രണ്ടാമത്തെ ഈ എപ്പിസോഡിലൂടെ ഞാൻ പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് പരിശുദ്ധ മറിയം മധ്യസ്ഥയല്ല എന്നുണ്ടായ ദുർവ്യാഖ്യാനത്തെക്കുറിച്ചാണ്. അതിൽ തന്നെ ഞാൻ പറയട്ടെ, മാർഗരേഖയിൽ ഒരിക്കലും ഒരിടത്തും പരിശുദ്ധ മറിയം മധ്യസ്ഥയല്ല എന്ന് പറഞ്ഞിട്ടില്ല. മധ്യസ്ഥയല്ല എന്നൊരു വാക്ക് സഭ ഉപയോഗിച്ചിരുന്നെങ്കിൽ ദൈവവുമായുള്ള പരിശുദ്ധ മറിയത്തിൻ്റെ ബന്ധം ചോദ്യം ചെയ്യപ്പെടുമായിരുന്നു. പക്ഷെ അവരുടെ ഒന്നും അല്ലായിട്ട് മാറുമായിരുന്നു. ഏറ്റവും വളരെ വ്യക്തമായി നമ്മൾ കാണുകയാണ്, ഗബ്രിയേൽ ദൈവദൂതൻ കടന്നു വന്ന് പരിശുദ്ധ കന്യാമറിയത്തോട് ദൈവത്തിൻ്റെ പദ്ധതിയെ വെളിപ്പെടുത്തിയപ്പോൾ ദൈവത്തിനും മനുഷ്യർക്കുമിടയിൽ ദൈവത്തിൻ്റെ പുത്രന് ജന്മം കൊടുക്കുവാൻ ഒരു മധ്യസ്ഥ സഹായമാണ് ദൂതൻ മറിയത്തോട് ആവശ്യപ്പെടുന്നത്. അതൊരു മധ്യസ്ഥമായിരുന്നു. വിശുദ്ധ മറിയത്തിൻ്റെ ആദ്യത്തെ മധ്യസ്ഥയോടെ ആരംഭിക്കുകയാണ്. ദൈവത്തിൻ്റെ പുത്രന് ജന്മം കൊടുക്കാൻ യോഗ്യമായ സ്ത്രീ നീയാണ്, നീ ദൈവകൃപകൾ നിറഞ്ഞവളാണ്, നിന്നോട് കർത്താവുണ്ട്, നീ ഗർഭം ധരിച്ച പുത്രനെ പ്രസവിക്കും, നീ അവൻ യേശു എന്ന് പേരിടണം എന്നുള്ള ദൂതൻ്റെ വചനം മറിയം അനുസരിക്കാൻ തയ്യാറായപ്പോൾ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുവാൻ ആമേനെന്ന് മറിയം പറഞ്ഞപ്പോൾ ആദ്യത്തെ മധ്യസ്ഥയോടെ ആരംഭിച്ചു. ലോകത്തിലെ സകല മനുഷ്യരെ രക്ഷിക്കുവാൻ വേണ്ടി ലോകരക്ഷകനെ ഭൂമിയിലേക്ക് നൽകാൻ ദൈവത്തിൻ്റെ അമ്മയാകാൻ തയ്യാറാണ് എന്ന് ഇതാ ആമേൻ, ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ അമ്മ അവിടെ സമർപ്പിച്ചപ്പോൾ അവിടെ മധ്യസ്ഥം ആരംഭിച്ചു കഴിഞ്ഞു. പരിശുദ്ധ മറിയം തൻ്റെ ഉദരത്തിൽ വളരുന്ന കുഞ്ഞിനെ 100% അല്ല 100% കുറ്റമറ്റതായി കറയറ്റതായി സംരക്ഷിച്ചു. അതുകൊണ്ടാണ് യേശുക്രിസ്തു പരിശുദ്ധനായത്, ദൈവപുത്രനായത്. ഇല്ലെന്ന് നിഷേധിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റുമോ? ഇല്ല, ആരെങ്കിലും കൊണ്ട് പറ്റുമോ? അന്ധമായിട്ട് പരിശുദ്ധ കന്യാമറിയത്തെ എതിർക്കാൻ വേണ്ടി എന്തും വ്യാഖ്യാനിക്കാൻ കൊടുക്കാൻ പറ്റും. പക്ഷെ അതൊന്നും യാഥാർത്ഥ്യമാകില്ല, സത്യമാകില്ല. അതൊന്നും പലപ്പോഴും ദൈവത്തിൻ്റെ വചനത്തെ വളച്ചൊടിച്ച് ദുർവ്യാഖ്യാനം ചെയ്ത് അത് പരിശുദ്ധ മറിയത്തെ എങ്ങനെയാണ് അവഹേളിക്കുക, അപഹസിക്കുക എന്നതിനപ്പുറത്ത് മനുഷ്യർക്ക് മറ്റു ലക്ഷ്യങ്ങളൊന്നുമില്ല. അത് മറിയത്തുള്ള എതിർപ്പാണത്. അന്ധമായ എതിർപ്പ്, അകാരണമായ എതിർപ്പ്, അകാരണം ഒരു ശത്രുത അനേക മനുഷ്യഹൃദയങ്ങളിൽ പരിശുദ്ധ അമ്മയ്ക്കെതിരെ ഉണ്ട്. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം, ഒരു വശത്ത് ഇത്ര ശക്തമായ രീതിയിൽ അനേകം അകത്തോലിക സഭകൾ പരിശുദ്ധ കന്യാമറിയത്തിനെതിരായിട്ട് പഠിപ്പിക്കുകയും പ്രഘോഷിക്കുകയും ചെയ്യുമ്പോൾ മറുവശത്ത് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ ആ അതേ കന്യാമറിയത്തെ സ്നേഹിക്കുന്നു എന്നുള്ള സത്യം അവരാരും അന്ധന്മാരായതുകൊണ്ടല്ല, അവരാരും പരിശുദ്ധ കന്യാമറിയത്തെ അന്ധമായി ആരാധിക്കുന്നവരല്ല, അവർ അത്രമാത്രം വിശ്വസിക്കുന്നവരാണ്. അതിനകത്ത് വേറെ രഹസ്യമുണ്ട്. എന്തുകൊണ്ടാണ് മനുഷ്യർ ഇത്രമാത്രം പരിശുദ്ധ കന്യാമറിയത്തെ സ്നേഹിക്കുന്നത്? അത് വലിയ രഹസ്യമാണത്. ആ രഹസ്യത്തിൻ്റെ ഉത്തരം അത് ബൈബിളിലുണ്ട്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ അധ്യായം 19 യേശുക്രിസ്തു ക്രൂശിന്മേൽ തൂങ്ങി പീഡ സഹിച്ച് ഇത് മരിക്കാൻ പോകുന്ന നിമിഷങ്ങളാണ്. യേശുവിൻ്റെ മരണത്തിൻ്റെ ആ നിമിഷങ്ങളിൽ അവിടെ നമ്മളിങ്ങനെ വായിക്കുകയാണ്, യോഹന്നാന്റെ സുവിശേഷം 19:25 വചനം, യേശുവിൻ്റെ കുരിശിനരികെ അവൻ്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലോപ്പാസിൻ്റെ ഭാര്യ മറിയവും മഗ്ദലന മറിയവും നിൽക്കുന്നുണ്ടായിരുന്നു. യേശു തൻ്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും അടുത്തു നിൽക്കുന്നത് കണ്ട് അമ്മയോട് പറഞ്ഞു, സ്ത്രീയെ, ഇതാ നിന്റെ മകൻ. അനന്തരം അവൻ ആ ശിഷ്യനോട് പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു. ആമേൻ, ഹല്ലേലൂയ. കർത്താവ് ഈ ലോകത്തിൽ നിന്നും വേർപെട്ടു പോവുകയാണ്. അതിനുശേഷം അടുത്ത വചനങ്ങൾ വായിക്കുകയാണ്, 22 വചനം, അനന്തരം എല്ലാം നിറവേറി കഴിഞ്ഞുവെന്ന് അറിഞ്ഞ് തിരുവെഴുത്ത് പൂർത്തിയാകാൻ വേണ്ടി യേശു പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു. ഒരു പാത്രം നിറയെ വിനാഗിരി അവിടെ ഉണ്ടായിരുന്നു. അവർ വിനാഗിരിയിൽ കുതിർത്ത ഒരു നീർപ്പഞ്ഞി ഹിസോപ്പ് ചെടിയുടെ തണ്ടിൽ വെച്ച് അവൻ്റെ ചുണ്ടോട് അടുപ്പിച്ചു.
യേശു വിനാഗിരി സ്വീകരിച്ചിട്ട് പറഞ്ഞു, എല്ലാം പൂർത്തിയായിരിക്കുന്നു. അവൻ തല ചായ്ച്ച് ആത്മാവിനെ സമർപ്പിച്ചു. ഹല്ലേലൂയ. കത്തോലിക്ക സഭയുടെ അഭിവന്ദനായ മാർപ്പാപ്പ ലിയോ 14 പ്രസിദ്ധീകരിച്ച വിശുദ്ധ മറിയത്തെക്കുറിച്ചുള്ള മാർഗരേഖയിൽ ഇത് വചനം എടുത്തു പറഞ്ഞിട്ടുണ്ട്. അവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഈ വചനം ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ്: യേശു തൻ്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും അടുത്ത് നിൽക്കുന്നത് കണ്ട് അമ്മയോട് പറഞ്ഞു, സ്ത്രീ ഇതാ നിൻ്റെ മകൻ. അടുത്ത ശിഷ്യനോട് പറഞ്ഞു, ഇതാ നിൻ്റെ അമ്മ. ഇവിടെ വചനം പറഞ്ഞിരിക്കുകയാണ്, താൻ സ്നേഹിച്ച ശിഷ്യൻ അവിടെ നിൽക്കുന്നത് കണ്ടു. തൻ്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യൻ എന്നാണ് പറയുന്നത്. ആ ശിഷ്യൻ്റെ പേരവിടെ പറഞ്ഞിട്ടില്ല. അത് യോഹന്നാനാണെന്ന് എല്ലാവർക്കും അറിയാം, പക്ഷെ അതവിടെ എഴുതപ്പെട്ടിട്ടില്ല. എന്തുകൊണ്ടാണത്? അതിനെക്കുറിച്ച് ഈ മാർഗരേഖയിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്: അവിടെ നിൽക്കുന്ന ജോണിനെ നമ്മളൊക്കെ പ്രതിനിധീകരിക്കുന്നു. ജോൺ നമ്മുടെ പ്രതിനിധിയാണ്. അവിടെ അനേകരുടെ പ്രതിനിധിയാണ് ജോൺ. ഞാൻ വസ്തുത ഇത് വായിച്ചപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം വന്നു. കാരണം ഞാൻ കുറേ കാലമായിട്ട് ഞാൻ ഇത് പഠിപ്പിക്കുന്നൊരു കാര്യമാണ്. അത് സ്വീഡിഷിലെ മക്കൾക്ക് അറിയാം. പക്ഷേ അമ്മയെക്കുറിച്ച് എല്ലാ പ്രഘോഷങ്ങളിലും എൻ്റെ പറഞ്ഞ കാര്യമുണ്ട്. അവിടെ ജോണിൻ്റെ പേര് പറഞ്ഞിട്ടില്ല. താൻ സ്നേഹിച്ച ശിഷ്യൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ടാണ് പേര് പറയാതെ വന്നത് എന്നൊരു കാരണമാണ്, ഈ തലമുറയിൽ നമ്മളെല്ലാം ഓരോ ജോണാണ്, ഓരോ യോഹന്നാന്മാരാണ്. വേറെ യോഹന്നാനായി മറിയത്തെ സ്നേഹിക്കണം, അമ്മയായിട്ട് സ്വീകരിക്കണം. അപ്പോൾ ഇവിടെ വചനം പറഞ്ഞിരിക്കുകയാണ്, താൻ സ്നേഹിച്ച ശിഷ്യൻ. താൻ സ്നേഹിച്ച ശിഷ്യൻ. ആ ശിഷ്യനാണ് യേശു തൻ്റെ അമ്മയെ ഏൽപ്പിച്ചു കൊടുത്തത്. ഹല്ലേലൂയ. അതായത് ഇന്നും യേശു താൻ സ്നേഹിക്കുന്നവർക്ക് തൻ്റെ അമ്മയെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ആമേൻ. ഹല്ലേലൂയ. ഇന്നും യേശു താൻ സ്നേഹിക്കുന്നവർക്ക് തൻ്റെ അമ്മയെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലോകത്തിലെ കോടിക്കണക്കിന് മനുഷ്യർ, കോടിക്കണക്കിന് ക്രൈസ്തവർ, അത് കത്തോലിക്കരാകാം, യാക്കോബക്കാരായിരിക്കാം, ഓർത്തഡോക്സരായിരിക്കാം, അല്ല അങ്ങനെയുള്ള സഹോദരപ്പെട്ടവരായിരിക്കാം, അനേക മനുഷ്യർ പരിശുദ്ധ മറിയത്തെ സ്നേഹിക്കുന്നവരാണ്. ലോകത്തിലെമ്പാട് എത്രയോ കോടിക്കണക്കിന് മനുഷ്യരാണ് പരിശുദ്ധ അമ്മയെ സ്നേഹിക്കുന്നത്. എന്തുകൊണ്ടാണത്? അതൊരു കൃപയാണ് പ്രിയപ്പെട്ടവരെ. ദൈവം കൊടുത്തൊരു കൃപയാണ്, ദൈവകൃപയാണത്. യേശുവിൻ്റെ അമ്മയെ സ്നേഹിക്കുവാനും സ്വന്തം അമ്മയായി സ്വീകരിക്കുവാനുള്ള ഒരു തുറവി അത് ദൈവം കൊടുത്തു. ദൈവം നൽകുന്നില്ലെങ്കിൽ ആർക്കും ഒന്നും കിട്ടില്ലല്ലോ. അപ്പോൾ പിതാവാ ദൈവം കൊടുത്ത വലിയൊരു അനുഗ്രഹമാണത്. യേശുവിൻ്റെ വചനത്തിലൂടെ യേശുവിൻ്റെ അമ്മയെ സ്വന്തം അമ്മയായിട്ട് സ്വീകരിക്കാൻ പറ്റി എന്നുള്ളത്. അപ്പോൾ യേശു ആരെയെല്ലാം സ്നേഹിച്ചുവോ, ആരെയെല്ലാം യേശു സ്നേഹിക്കുന്നുവോ അവർക്കെല്ലാം യേശുവിൻ്റെ സമ്മാനമാണ് തൻ്റെ അമ്മ. ഹല്ലേലൂയ. അതെ, സത്യം അതാണ്. യേശു നമ്മളുള്ള സ്നേഹം യേശു വെളിപ്പെടുത്തിയിരിക്കുകയാണ്. തൻ്റെ അമ്മയെ നമുക്ക് സ്വന്തം അമ്മയായി തന്നുകൊണ്ട് യേശു ക്രിസ്തുവിനെ പിതാവായ ദൈവം നമ്മളുടെ സ്നേഹത്തെ പ്രതി നമുക്ക് നൽകി. യോഹന്നാന്റെ സുവിശേഷത്തിൽ 3-ാമത്തെ അധ്യായം 16 മുതലുള്ള വചനം: എന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ഹല്ലേലൂയ. ദൈവം തൻ്റെ പുത്രനെ അത്രമാത്രം സ്നേഹിച്ചു. ആ പുത്രനെ ലോകത്തിലേക്ക് പിതാവ് അയച്ചു. ആ പുത്രനെ നമുക്ക് ദൈവം നമുക്ക് നൽകി നമ്മളുടെ സ്നേഹത്തെ പ്രതിയാണ്. ആരും നശിച്ചു പോകരുത്. പിതാവായ ദൈവം പുത്രനെ തന്നുകൊണ്ട് എന്ത് മനോഭാവത്തിൽ ഈശോയെ തന്നുവോ അതേ മനോഭാവത്തിൽ പുത്രനായ യേശു ക്രിസ്തു തൻ്റെ അമ്മയെ നമുക്ക് തന്നു. ആമേൻ. അതൊരു സത്യമാണത്. ആർക്കും നിഷേധിക്കാനാവാത്തൊരു സത്യമാണത്. ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്, പിതാവായ ദൈവം തൻ്റെ പുത്രനെ, തൻ്റെ ഏകജാതനെ നമുക്ക് വേണ്ടി ബലിയർപ്പിക്കാൻ വിട്ടുതരാൻ തയ്യാറായി. നമ്മളുടെ സ്നേഹത്തെ പ്രതി അതേ ദൈവപുത്രൻ മറുവശത്ത് തൻ്റെ അമ്മയായ ദൈവം തനിക്ക് നൽകിയ കന്യകാ മറിയത്തെ ലോകത്തിലെ എല്ലാ മനുഷ്യർക്കും അവരുടെ അമ്മയാകാൻ വേണ്ടി അവൻ വിട്ടു തന്നു. എന്തിനാണ്? തന്നിലൂടെ ദൈവം ആരംഭിച്ച പ്രവൃത്തികൾ അത് പൂർത്തീകരിക്കപ്പെടാൻ വേണ്ടിയിട്ട്. തൻ്റെ അമ്മയിലൂടെ അത് പൂർത്തീകരിക്കപ്പെടുമ്പോൾ ആ അമ്മയെ സ്നേഹിക്കാൻ കോടിക്കണക്കിന് മനുഷ്യരുണ്ടാകണം. അമ്മ അറിയുന്നതിനേയും മനുഷ്യരുണ്ടാകണം. അത് യേശുവിൻ്റെയും പിതാവിൻ്റെയും ഒരു ഹിതവും പദ്ധതിയുമാണത്. മറ്റൊരു വാക്യം പറഞ്ഞാൽ, ഈ തലമുറയിൽ അനേകം യോഹന്നാന്മാരുണ്ടാകണം. ഇതാ നിൻ്റെ അമ്മയെന്ന് യേശു ആ ശിഷ്യനോട് പറഞ്ഞപ്പോൾ അടുത്ത വചനം പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു. അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു.
ഇത് ഗാഗുൽത്തയിലാണ് ഈ സംഭവം നടക്കുന്നത്. യോഹന്നാൻ യേശുവിൻ്റെ അമ്മയെ സ്വീകരിച്ചത് സ്വന്തം ഭവനത്തിൽ എന്ന് പറയുമ്പോൾ അവൻ ആദ്യം സ്വീകരിച്ചത് സ്വന്തം ഹൃദയത്തിലാണ്. ഹല്ലേലൂയ. ആ നിമിഷം ഹൃദയത്തിൽ യോഹന്നാൻ അമ്മയെ സ്വീകരിക്കുകയാണ്. യേശുവിൻ്റെ അമ്മയെ സ്വന്തം അമ്മയായിട്ട് സ്വീകരിച്ചു. പിന്നീടാണ് അവൻ ഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നത്. പ്രിയപ്പെട്ടവരെ, ഇതിലൂടെ യേശു നമ്മോട് ആവശ്യപ്പെടുകയാണ്, യേശുവിൻ്റെ അമ്മയെ നിൻ്റെ അമ്മയായി നീ നിൻ്റെ ഹൃദയത്തിൽ സ്വീകരിക്കണം. അവൾ നിൻ്റെ ഹൃദയത്തിലുണ്ടാകണം. പരിശുദ്ധ മറിയം നിൻ്റെ ഹൃദയത്തിലുണ്ടാകുന്ന ഒരു തെറ്റുമില്ല. കാരണം എത്രയോ വിഗ്രഹങ്ങൾ നിൻ്റെ ഹൃദയത്തിൽ കിടപ്പുണ്ട്. മർക്കോസയുടെ 20 തിരുവചന പ്രകാരം ഈശോ പഠിപ്പിക്കുന്നുണ്ട്, ഒരുവൻ്റെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്ന കാര്യമാണ് അവനെ അശുദ്ധനാക്കുന്നത്. ഒരുവൻ്റെ ഉള്ളിൽ നിന്ന്, അവൻ്റെ ഹൃദയത്തിൽ നിന്നാണ് എല്ലാ അശുദ്ധികളും എല്ലാ തിന്മകളും പുറപ്പെടുന്നത്. അപ്പോൾ മനുഷ്യൻ്റെ ഹൃദയത്തിൽ എല്ലാ പാവവും കുടികൊള്ളുകയാണ്. അനേകം വിഗ്രഹങ്ങൾ അവിടെ കിടക്കുകയാണ്. അവൻ ആരെയൊക്കെ അമിതമായി സ്നേഹിക്കുന്നുവോ അതൊക്കെ വിഗ്രഹമായി, ദൈവത്തെക്കാൾ അധികമായി അവൻ വസ്തുക്കളെയും പണത്തെയും ജഡത്തെയും മദ്യത്തൊക്കെ സ്നേഹിച്ചപ്പോൾ അവൻ്റെ ഉള്ളിൽ കിടക്കുന്നത് ആ വിഗ്രഹങ്ങളാണ്. അപ്പോൾ അതിനൊന്നും ആർക്കും ഒരു കുറ്റം പറയില്ല. എന്ത് വേണമെങ്കിലും എന്ത് വിഗ്രഹത്തെ നിങ്ങൾ ഹൃദയത്തിൽ വെച്ചു എന്ന് മനുഷ്യർ വിചാരിക്കത്തുള്ളൂ. പക്ഷേ ഞങ്ങൾ പറയുകയാണ്, പരിശുദ്ധ കന്യാമറിയത്തെ നിങ്ങൾ അമ്മയായി സ്വീകരിക്കണം. ഹൃദയത്തിലാണ് സ്വീകരിക്കേണ്ടത്. കാരണം യേശുവിൻ്റെ ആവശ്യമാണ്. തൻ്റെ ശിഷ്യന് കൊടുത്തുകൊണ്ട് അവിടെ ആ പേര് കൊടുക്കാതെ ശിഷ്യന് അവിടെ പരിശുദ്ധാത്മ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കുള്ള സൂചനയാണ്. നമ്മോട് പറയുകയാണ്, നിങ്ങൾ യേശുവിൻ്റെ അമ്മയെ സ്വന്തം അമ്മയായിട്ട് സ്വീകരിക്കുക. നീയാണ് സ്വീകരിക്കേണ്ടത്, നിന്റെ ഹൃദയത്തിലാണ് സ്വീകരിക്കേണ്ടത്. അമ്മയായിട്ട് അവളെ സ്നേഹിക്കണം, അവളെ സംരക്ഷിക്കണം. കാരണം അനേക ശത്രുക്കൾ അവൾക്കെതിരായിട്ടുണ്ടാകും. പ്രതികാരമുണ്ട് പിശാച് അവൾക്കെതിരായിട്ട് തലവൊക്കും. ദുർവ്യാഖ്യാനങ്ങളിലൂടെ, വിഷങ്ങളിലൂടെ, മനുഷ്യരെ നശിപ്പിക്കുന്ന വിഷം വാക്കുകളിലൂടെ മനുഷ്യർ പുറപ്പെടുവിക്കും. ഇവിടെയെല്ലാം പരിശുദ്ധ മറിയം സംരക്ഷിക്കപ്പെടണം. പ്രിയമുള്ളവരെ, കഴിഞ്ഞുപോയ തലമുറകളിൽ സഭയിലെ അനേകം വിശുദ്ധരായ പിതാക്കന്മാർ അനേകരുണ്ട്. അവരൊക്കെയും ഒത്തിരിയേറെ പഠനങ്ങൾ പരിശുദ്ധ അമ്മയെക്കുറിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. ഒത്തിരിയേറെ പഠനങ്ങൾ, ഈ വചനങ്ങളൊക്കെ അടിസ്ഥാനമാക്കി പരിശുദ്ധ അമ്മയെക്കുറിച്ച് വളരെ ആഴത്തിലുള്ള പഠനങ്ങൾ പരിശുദ്ധാത്മാവ് അവർ വഴി പഠിപ്പിച്ചിട്ടുണ്ട്. സഭയിലെ വലിയ വലിയ വിശുദ്ധന്മാരായ പിതാക്കന്മാരെ, അത് സഭയുടെ വലിയ മുതലാണത്. കന്യാമരെ സംരക്ഷിക്കപ്പെടുക എന്നുള്ള ദൈവത്തിൻ്റെ പദ്ധതിയാണ്, ദൈവത്തിൻ്റെ നിശ്ചയമാണ്. അതൊരു മനുഷ്യൻ്റെ ആഗ്രഹമല്ലത്. ലോകത്തിലെ മനുഷ്യർ പറയുന്ന പോലെ അവൾ വെറും ഒരു ചപ്പും ചവറുമല്ല. മറിയെ സംരക്ഷിക്കപ്പെടണം. ഷി മസ്റ്റ് ബി പ്രൊട്ടക്റ്റഡ്. അവൾ സംരക്ഷിക്കപ്പെടണം. അപ്പോൾ അത് സംരക്ഷണം കൊടുക്കേണ്ടതിന് ഒത്തിരിയേറെ യോഹന്നന്മാരുണ്ടാകണം. ആരാ യോഹന്നാനെന്ന് പറയുന്നത്? പരിശുദ്ധ അമ്മയെ അറിഞ്ഞ, പരിശുദ്ധ മറിയത്തെ അറിയുന്ന, പരിശുദ്ധ മറിയത്തെ സ്നേഹിക്കുന്ന, തങ്ങളുടെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി അല്ലാതെ മറിയത്തുള്ള സ്നേഹത്തെ പ്രതി അവളെ സ്നേഹിക്കുന്ന മക്കളുണ്ടാകണം. പലപ്പോഴും പലരും പരിശുദ്ധ അമ്മയുടെ അടുക്കൽ വരുന്നത് ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. പക്ഷേ ഞാൻ നിങ്ങളോട് പറയും, നിങ്ങൾ അമ്മയെ സ്നേഹിക്കേണ്ടത്, നിങ്ങൾ മറിയത്തെ സ്നേഹിക്കേണ്ടത് നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല. അനേകം ആൾക്കാരും ഈശോയെ സ്നേഹിക്കുന്നത് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. തെറ്റാണത്. അത് നിങ്ങൾക്ക് ദൈവമായിട്ട് യാതൊരു ബന്ധവുമില്ല. നിങ്ങൾ സ്നേഹിക്കേണ്ടത്, നിങ്ങൾ യേശുവിനെ സ്നേഹിക്കേണ്ടത് നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, മറിച്ച് അവൻ നിനക്ക് വേണ്ടി കുരിശിൽ ജീവൻ അർപ്പിച്ച് നിന്റെ പാപത്തിന് പരിഹാരം ചെയ്തുകൊണ്ട് നിനക്ക് രക്ഷ തന്നതുകൊണ്ട് നീ യേശുവിനെ മാത്രം സ്നേഹിക്കണം, ആഴമായി സ്നേഹിക്കണം. അതാണ് നിൻ്റെ വിളി എന്ന് പറയുക. അതുപോലെ തന്നെ പരിശുദ്ധ മറിയത്തെ നീ സ്നേഹിക്കണം. നിന്റെ ഹൃദയത്തിൽ അവൾ ഒരിക്കലും വിഗ്രഹമല്ല. മറിയം ഒരിക്കലും വിഗ്രഹമല്ല. നിന്റെ അമ്മയായി അവൾ ജീവിതകാലം നിന്റെ കൂടെ ഉണ്ടാകും. പാപം ചെയ്യാൻ വിട്ടുകൊടുക്കില്ല, പിശാചിന് വിട്ടുകൊടുക്കില്ല. നിന്റെ ഹൃദയം കൊണ്ട് സ്നേഹിക്കുക. നിനക്ക് എങ്ങനെയാണ് പക്ഷേ അമ്മയെ സ്നേഹിക്കാൻ പറ്റുക? ഹൃദയത്തിൽ. അതിന് ഉത്തരമാണ് പരിശുദ്ധ മറിയം കാനായിൽ വെച്ച് ആ വേലക്കാരോട് പറഞ്ഞ വചനം, അവൻ പറയുന്ന പോലെ ചെയ്യുക. ഹല്ലേലൂയ. അവൻ പറയുന്ന പോലെ ചെയ്യുക. ഡു വാട്ട് എവർ ഹി ടെൽസ് യു. അവൻ എന്തു കൽപ്പിക്കുന്നുവോ, അവൻ എന്തു പറയുന്നുവോ നീ അതുപോലെ ചെയ്യും. ഇതാണ് പരിശുദ്ധ അമ്മയുടെ ആഹ്വാനം. അതിനപ്പുറത്തെ പരിശുദ്ധ കന്യാമറിയം ഒരിക്കലും നിങ്ങൾ എന്നെ സ്നേഹിക്കണം, നിങ്ങൾ എന്നെ ആരാധിക്കണം, എന്നോട് വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. എപ്പോഴും മറിയം പറഞ്ഞ കാര്യമുണ്ട്, യേശുവിനെ സ്നേഹിക്കുക, അവൻ്റെ വചനം അനുസരിക്കുക. അതേ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ആഹ്വാനമാണ് മറിയത്തെ സ്നേഹിക്കുന്നതിന് അടയാളമായിട്ട് മാറുക. യോഹന്നാന്റെ സുവിശേഷം 14:23 ഈശോ പറയുന്നുണ്ട്, യോഹന്നാൻ 14:23 എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും. അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനിൽ വാസം ഉറപ്പിക്കുകയും ചെയ്യും. ആമേൻ. ഹല്ലേലൂയ. ക്രിസ്തീയ ജീവിതത്തിൻ്റെ
അടിസ്ഥാനമാണത്, അടിസ്ഥാന ശിലയാണത്. പറയാ, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നീ എൻ്റെ വചനം അനുസരിക്കും. നീ എൻ്റെ വചനം അനുസരിച്ച് നീ എന്നെ സ്നേഹിച്ചാൽ എൻ്റെ പിതാവ് നിന്നെ സ്നേഹിക്കും. ഞങ്ങൾ നിൻ്റെ അടുക്കൽ വന്ന് നിന്റെ വാസമുറപ്പിക്കും. ഞങ്ങൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും, ഞങ്ങൾ ത്രിത്വ ദൈവം നിൻ്റെ അടുക്കൽ വന്ന് നിൻ്റെ കൂടെ വാസം ഉറപ്പിക്കും. ഇതാണ് വാഗ്ദാനം. അപ്പോൾ ത്രിത്വ ദൈവം ഉള്ളി വസിക്കാൻ മനുഷ്യ ഹൃദയം തുറന്നു കൊടുത്ത് തങ്ങളെ വിശുദ്ധീകരിച്ച് വചനപ്രകാരം ജീവിക്കണം. പക്ഷെ നമ്മോട് പറയുകയാണ്, യേശുവിനെ അനുസരിക്കുക, യേശുവിൻ്റെ വചനം അനുസരിക്കുക. അപ്രകാരം യേശുവിനെ അനുസരിക്കാൻ പഠിപ്പിക്കുന്ന ഒരു അമ്മയാണ് പരിശുദ്ധ മറിയം. യേശുവിനെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന ഒരു അമ്മയാണ് പരിശുദ്ധ കന്യാമറിയം. അവൾ ഒരിക്കലും ദൈവമല്ല, അവളൊരിക്കലും താൻ ദൈവമാണെന്ന് പറഞ്ഞിട്ടില്ല. എവിടെയെല്ലാം പരിശുദ്ധം പ്രത്യക്ഷപ്പെട്ടോ ഇവിടെയൊക്കെ പരിശുദ്ധം ആവശ്യപ്പെട്ട കാര്യം ഇതാണ്: പാപം ചെയ്യരുത്, നിങ്ങൾ വചനപ്രകാരം അനുസരിച്ച് ജീവിക്കണം. അങ്ങനെ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ പ്രൂവ് ചെയ്യുകയാണ് നമ്മൾ മറിയത്തിൻ്റെ മക്കളാണ് എന്ന്. അതാണ് വെളിപാട് 12:17 വചനം പറഞ്ഞിരിക്കുന്നത്: ദൈവ കൽപ്പനകൾ കാക്കുന്നവരും യേശുവിന് സാക്ഷ്യം വഹിക്കുന്നതിനുമായ അവളുടെ സന്താനങ്ങളുമായി യുദ്ധം ചെയ്യുവാൻ സർപ്പം പുറപ്പെട്ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവ കൽപ്പനകൾ കാക്കുന്നവരും യേശുവിന് സാക്ഷ്യം വഹിക്കുന്നതിനുമായ അവളുടെ സന്താനങ്ങൾ, അവരാണ് മറിയത്തിൻ്റെ മക്കൾ. നിങ്ങൾ പരിശുദ്ധ അമ്മയുടെ അടുക്കൽ പോയി തിരികെ എത്തിക്കുക, ഇതൊക്കെ നല്ല കാര്യങ്ങളാണ്, ഇതൊക്കെ നല്ല കാര്യങ്ങളാണ്. പക്ഷേ നിങ്ങൾ വചനപ്രകാരം ജീവിക്കുന്നവരാണെങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തിൻ്റെ മക്കളാകാൻ പറ്റൂ. ദൈവ കൽപ്പനകൾ കാക്കുന്നവരും, 2 യേശുവിന് സാക്ഷ്യം വഹിക്കുന്നവരാണ്. നിങ്ങൾ യേശുവിന് സാക്ഷികളായിരിക്കണം. നിൻ്റെ ഭവനത്തിൽ, നിൻ്റെ കുടുംബത്തിൽ, നിൻ്റെ സമൂഹത്തിൻ്റെ ഇടവകയിൽ, നിൻ്റെ ദേശത്ത് നീ യേശുവിന് സാക്ഷിയായിരിക്കണം. എങ്ങനെ സാക്ഷ്യം വഹിക്കുന്നത്? നിൻ്റെ സൽപ്രവൃത്തികളിലൂടെ, നീ നിൻ്റെ വിശുദ്ധമായ ജീവിതത്തിലൂടെ വചനപ്രകാരം ജീവിച്ചുകൊണ്ട് യേശുവിന് സാക്ഷിയാകണം. 2 കാര്യങ്ങളാണ്. ഒന്ന്, ദൈവകൽപ്പന അനുസരിക്കണം, ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കണം, ദൈവത്തിൻ്റെ വചനം അനുസരിക്കണം. 2, നീ യേശുവിൻ്റെ സാക്ഷിയായിരിക്കണം. ഇത് 2 ചെയ്യുന്നവരാണ് മറിയത്തിൻ്റെ മക്കൾ. അവർക്ക് മറിയത്തിൻ്റെ മക്കളാകാൻ സാധിക്കത്തുള്ളൂ. ആകയാൽ നീ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ഹൃദയം നമുക്ക് തുറന്നു കൊടുക്കാം, പരിശുദ്ധ അമ്മയ്ക്ക് തുറന്നു കൊടുക്കാം. പരിശുദ്ധ അമ്മയുടെ കടന്നു വരുന്നത് നിനക്ക് അനുഗ്രഹമായിട്ട് മാറും, അവിടെ അനുഗ്രഹമായിട്ട് മാറും. കാരണം നിൻ്റെ ഹൃദയത്തിൽ 1-ാം സ്വർഗമുണ്ട്. പൗലോസ് പഠിപ്പിക്കുന്നുണ്ട്, 3 സ്വർഗത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. 3-ാം സ്വർഗം വീഴ്ത്തപ്പെട്ട മനുഷ്യൻ, 3 സ്വർഗമുണ്ട്. ആ 3-ാം സ്വർഗം സ്വർഗത്തിൻ്റെ പൂർണ്ണതയാണ്. പൗലോസ് അപ്പോസ്തലൻ അവിടെ വരെ ഉയർത്തപ്പെട്ടു. 2 കൊരിന്തോസ് 12 നമ്മൾ കുറിച്ച് വായിക്കുന്നത്, ഈ 3-ാം സ്വർഗത്തെക്കുറിച്ച് വായിക്കുന്നുണ്ട്. 3-ാം സ്വർഗമുണ്ട്, 2-ാം സ്വർഗമുണ്ട്, 1-ാം സ്വർഗമുണ്ട്. അപ്പോൾ 1-ാം സ്വർഗം എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയമാണ്. ജ്ഞാനസ്നാനത്തിലൂടെ നമ്മുടെ ഹൃദയം ദൈവരാജ്യമായി, നമ്മുടെ ഹൃദയം ദൈവത്തിൻ്റെ രാജ്യമാണ്. അതുകൊണ്ടാണ് നമ്മുടെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണെന്ന് അതിനെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ ആലയമായ എൻ്റെ ശരീരം, ആ ശരീരത്തിൽ ദൈവരാജ്യമുണ്ട്. എൻ്റെ ഹൃദയത്തിൽ ദൈവരാജ്യം സ്ഥാപിക്കപ്പെട്ടു. 1-ാം സ്വർഗം അതാണ്, ദൈവരാജ്യമാണ്. ആ ദൈവരാജ്യം, ആ ഹൃദയത്തിലാണ് ദൈവം കുടികൊള്ളുക, ത്രിത്വ ദൈവം കുടികൊള്ളുക, പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് കുടികൊള്ളുക. അവിടെ ദൈവമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മലഹമാരുടെ സാന്നിധ്യം ഉണ്ടാകും. അവിടെ പരിശുദ്ധ കന്യാമറിയം ഉണ്ടാകണം, നിശ്ചയമാണത്. പരിശുദ്ധ കന്യാമറിയം ഉണ്ടാകണം. കാരണം യേശു ഏൽപ്പിച്ച് തന്നിരിക്കുകയാണ് പരിശുദ്ധ അമ്മയെ. അവൾക്ക് കൊടുക്കേണ്ട ഇടം വേറെ എങ്ങുമല്ല. അതുകൊണ്ട് പരിശുദ്ധ കന്യാമറിയത്തെ അവിടെ സ്വീകരിക്കാൻ പറഞ്ഞുകൊണ്ട് മറിയത്തെ ദൈവമാക്കിയെന്ന അർത്ഥവുമില്ല. അതിന് ദുർവ്യാഖ്യാനം കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കപ്പെട്ട എത്രയോ വിഗ്രഹങ്ങളെക്കാളെല്ലാം അതിന് എത്രയോ വലിയ നന്മയാണ് ദൈവമാതാവ് നിൻ്റെ സ്വന്തം അമ്മയായി നിന്നോട് ഉണ്ട്, നിന്റെ ഹൃദയത്തിലുണ്ട് എന്നുള്ളത് നിനക്ക് എത്രയോ ആശ്വാസപ്രദമാണ്. അവിടെ ഒരിക്കലും മറിയം ദൈവമാകുന്നില്ല. പരിശുദ്ധ മറിയം ദൈവത്തിൻ്റെ ദാസിയാണ്, ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. അവൾ ഒരിക്കലും ദൈവമാകത്തില്ല. അതുകൊണ്ട് പരിശുദ്ധ അമ്മയെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് അവളെ സ്നേഹിക്കുക, അവളോട് പ്രാർത്ഥിക്കുക. അത് നിങ്ങൾക്ക് അനുഗ്രഹമായിട്ട് മാറും. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സിറോമലാസഭ പ്രസിദ്ധീകരിച്ച വന്യഭക്തിക്ക് ഒരു മാർഗരേഖ എന്നുള്ള പ്രബോധനത്തിൽ ഈ കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിക്കപ്പെട്ടതാണ്. അങ്ങനെ പറഞ്ഞിരിക്കുകയാണ്: വലിയ വിവേകവും ശ്രദ്ധയും ആവശ്യമുള്ള ഒരു പ്രയോഗമാണ് മധ്യസ്ഥയായ മാതാവ്. എന്നാൽ പരിശുദ്ധ മറിയം നമുക്കായി ദൈവസന്നിധിയിൽ മധ്യസ്ഥം വഹിക്കുന്നു എന്നതിൽ സംശയമില്ല. നമുക്ക് വേണ്ടി മധ്യസ്ഥം അപേക്ഷിക്കുവാൻ മാതാവിന് കഴിയും എന്ന് പറയുന്നതും അവൾ മധ്യസ്ഥയാണ് എന്ന് വിശേഷിപ്പിക്കുന്നതും തമ്മിലുള്ള ദിവ്യശാസ്ത്രപരമായ വ്യത്യാസത്തെയാണ് പ്രബോധന രേഖ ചൂണ്ടിക്കാണിക്കുന്നത്. അവിടെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, മറിയം മധ്യസ്ഥയാണെന്ന് പറയുമ്പോൾ ഒരിക്കലും അത് യേശുവിന് പകരമാകരുത്. മറിയത്തിന് മധ്യസ്ഥം വഹിക്കാൻ കഴിയുമെന്ന് പറയുമ്പോൾ അത് തീർച്ചയായും സത്യമാണത്. അവൾ മധ്യസ്ഥ എന്ന് പറയുമ്പോൾ അത് ദുർവ്യാഖ്യാനം ചെയ്യപ്പെടുന്നു, അതാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. അതല്ലാണ്ട് ഒരിക്കലും മറിയം മധ്യസ്ഥ അല്ല എന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ നമ്മളത്
പറഞ്ഞു പറയുമ്പോൾ യേശു എന്ന ഏക മധ്യസ്ഥന് ഇതിനായി പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാകരുത്. ഞാൻ ആദ്യം പറഞ്ഞു കഴിഞ്ഞു, യേശു ക്രിസ്തു നമ്മുടെ എല്ലാം പാപത്തിനാണ് പരിഹാരം ചെയ്താണ് അവൻ മധ്യസ്ഥനായത്. യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഒരുവൻ തൻ്റെ പാപത്തെ ഓർത്ത് പശ്ചാത്തപിച്ച് പാപമോചനം തേടുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ആ പാപം ക്ഷമിക്കപ്പെടുകയാണ്. അത് സൗജന്യമായ രക്ഷ അതാണ്. യേശുവിനോടുള്ള ആ പ്രാർത്ഥനയിൽ യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിച്ചുകൊണ്ട് തൻ്റെ പാപത്തെ ഓർത്ത് പശ്ചാത്തപിച്ചുകൊണ്ട് മാപ്പ് ചോദിക്കുമ്പോൾ ആ പാപം ക്ഷമിക്കപ്പെടുന്നു. അപ്പോസ്തല പ്രവർത്തനം 10:43 വചനപ്രകാരം അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന എല്ലാവരും അവൻ്റെ നാമം മൂലം പാപമോചനം നേടുമെന്ന് അവനെക്കുറിച്ച് പ്രവാചകന്മാർ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിലുള്ള വിശ്വാസം മൂലം ഏതൊരുവനും പാപമോചനം പ്രാപിക്കാൻ സാധിക്കും. അങ്ങനെയാണ് യേശു ക്രിസ്തു ഏക മധ്യസ്ഥനായിട്ട് മാറിയത്. എന്നാൽ പരിശുദ്ധ മറിയം ഒത്തിരിയേറെ കാര്യം നമുക്ക് വേണ്ടി മത്സ്യം വഹിക്കുന്നു. നമുക്ക് സാധിക്കും, മത്സ്യം വഹിക്കാൻ അവർക്ക് സാധിക്കും. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ, വർഷത്തിലെ ഇത്തരം പ്രയോഗങ്ങളൊന്നും നമ്മുടെ നാട്ടിലോ കേരളത്തിലോ ഒന്നും അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഏക മധ്യസ്ഥ എന്ന് പറയാൻ ആരും ഇവിടെ പഠിപ്പിച്ചിട്ടുമില്ല. പക്ഷേ ലോകത്തിൻ്റെ പലയിടങ്ങളിലെ പല രാജ്യങ്ങളിലെ മാതൃഭക്തിയെക്കുറിച്ച് തെറ്റായ അറിവുകൾ വെച്ച മനുഷ്യരെ തെറ്റായത്തിലുള്ള പല പ്രയോഗങ്ങൾ നടത്തി. അതൊക്കെയാണ് ഇന്ന് ഇങ്ങനെ ഒരു മാർഗത്തിലേക്ക് സഭയെ നയിച്ചതാണ് മനസ്സിലാക്കാൻ സാധിക്കുക. എന്തായിരുന്നാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു. എപ്പോഴും അവൾ മധ്യസ്ഥം വഹിക്കും. നമ്മുടെ എല്ലാ പ്രാർത്ഥന ഉത്തരവും അവൾ നൽകും, നമ്മളെ അനുഗ്രഹിക്കും. അവൾ നമ്മുടെ അമ്മയാണ്. നമ്മളവളെ സ്നേഹിക്കണം. ഈ നാളുകളിൽ നമ്മൾ കേട്ടതായിട്ടുള്ള ആക്രോശങ്ങളൊന്നും അതൊന്നും ദൈവത്തിൽ നിന്നുള്ളതല്ല. അതൊന്നും ദൈവത്തിൻ്റെ ഹിതങ്ങളല്ല. ഹൃദയം തുറന്ന് മാതാവിനെ സ്നേഹിച്ചുകൊണ്ട് അവളെ സംരക്ഷിക്കുക. എങ്ങനെ സംരക്ഷിക്കുന്നത്? വിശുദ്ധിയിൽ ജീവിച്ചുകൊണ്ട് അവൾക്ക് വേണ്ടി അവളോട് പ്രാർത്ഥിക്കുക. ജപമാല ചൊല്ലുന്നവരായിരിക്കുക. അത്രമാത്രം ജപമാല ചൊല്ലുക. ഇതിനെക്കുറിച്ച് അടുത്ത എപ്പിസോഡിൽ ഞാൻ പങ്കുവയ്ക്കുന്നത്. തങ്ങളെല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഹല്ലേലൂയ. ഇത് കേട്ട എല്ലാ ഹൃദയങ്ങളിലേക്കും കർത്താവിൻ്റെ ആത്മാവും ഇവിടുത്തെ ജ്ഞാനവും വചനവും ഇറങ്ങിച്ചെന്ന് ഹൃദയങ്ങളെ വിശുദ്ധീകരിച്ച് ബുദ്ധികൾ കൊടുക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹീതയാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹീതനാകുന്നു. പരിശുദ്ധ മറിയമേ ദൈവപുത്രന്റെ മാതാവേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും കർത്താവിനോട് അപേക്ഷിച്ചുകൊള്ളണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാ ദൈവത്തിൻ്റെയും പരിശുദ്ധമായ നാമത്തിൽ ആമേൻ.